ഏറ്റവും വിശുദ്ധമായ ഒരു മാസത്തിൽ അയ്യാമുത്ത് തശ്രീക്കിൻ്റെ ദിവസങ്ങളിലാണ് നാം ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ നേടുന്നുണ്ട്, ഒരുപാട് നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ നമ്മുടെ ഏണിങ്, ഏറ്റവും നല്ല നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അത് തഖ്വയാണ്. തഖ്വയില്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊന്നിനും പ്രസക്തിയില്ല, ഒരു പ്രാധാന്യവുമില്ല. നമ്മൾ എന്ത് തന്നെ നേടി, നമുക്കൊരു ഫാക്ടറി അവിടെയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് എന്തെങ്കിലും ഒരു സംരംഭം ഇവിടെയുണ്ട്, നമുക്ക് വേറെ ഒരു നാട്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതൊന്നും ഒരിക്കലും വലിയ സംഗതിയല്ല. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ് തഖ്വ എന്നുള്ളത്. അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ആ രീതിയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും മെച്ചപ്പെടുത്താനും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരുപോലെ പരിശ്രമിക്കേണ്ടതാണ്. സൂറത്തുൽ ബഖറ അതിലെ ഒരു വചനമാണ് തുടക്കത്തിൽ ഞാൻ പാരായണം ചെയ്ത്, ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. ഏറ്റവും നല്ല ഭക്ഷണം അല്ലെങ്കിൽ യാത്രാ ഭക്ഷണം, പാഥേയം എന്ന് പറയുന്നത് അത് തഖ്വയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് അത് തഖ്വയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, വിവേകം നൽകപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ ദിവസത്തെയൊക്കെ കാണേണ്ടത്. ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചു. ഇന്ന് അതിന് ഉടനെയുള്ള ദിവസങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് എത്രമാത്രം ചിലവഴിക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. വാട്ട് ലെസൺസ് വി ലേൺ ഫ്രം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വാട്ട് ലെസൺസ് വി ലേൺ ഫ്രം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. വാട്ട് ലെസൺസ് വി ലേൺ ഫ്രം ഹാജർ അലൈഹിസ്സലാം എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഇബ്രാഹിം നബിയെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി. ആരാണ് ഇബ്രാഹിം നബി? നമ്മൾ ഓരോരുത്തരും ഇബ്രാഹിം നബിയെ കുറിച്ച് പഠിച്ചു. പക്ഷേ ഇബ്രാഹിം നബി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. സൂറത്ത് മറിയം വേഴ്സസ് നമ്പർ 41. വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. ഇബ്രാഹിം നബിയുടെ ക്വാളിറ്റി നമ്പർ 1, അദ്ദേഹം സിദ്ദീഖായിരുന്നു, ഹോണസ്റ്റ്, ഏറ്റവും നല്ല സത്യസന്ധനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഇബ്രാഹിം നബി. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയില്ലെങ്കിൽ നമ്മൾ ഇബ്രാഹിം നബിയുടെ ആളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വദ്കുറു ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ. ഇനി അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ നബി, അദ്ദേഹം സാദിഖൽ വഅദ്, കരാർ പൂർത്തീകരിക്കുന്നവനായിരുന്നു, വാക്ക് അത് പാലിക്കുന്നവനായിരുന്നു. മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്നതായ എന്തെങ്കിലും ഒരു കാര്യം അതിനെ ലംഘിക്കാതിരിക്കുന്ന, അതിനെ സത്യമായി നിറവേറ്റുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കാന ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകും മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ശിർക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹം സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ആളാണ്. ഖാനിതൻ ലില്ലാഹി, അള്ളാഹുവിന് പരിപൂർണമായി അദ്ദേഹം കീഴ്പ്പെട്ടവനാണ്, അദ്ദേഹം അനുസരിച്ച് ജീവിച്ചവനാണ്. ഷാക്കിറൻ ലി അൻഉമിഹി, നന്ദിയുള്ളവനാണ്. അങ്ങനത്തെ ഒരാളായി തീരാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ നിറവേറ്റേണ്ടതായ നമ്മുടെ ബാധ്യത. ഇസ്തബ വഹദഹു ഇലാ സിറാത്തി മുസ്തഖീം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയെ അള്ളാഹു സന്മാർഗത്തിലാക്കി, ഇബ്രാഹിം നബിയെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. ഈ രീതിയിലെല്ലാം ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വ ഇബ്രാഹിം ഇദ് ഖാല ലിഖൗമിഹി യഅ്ബുദുല്ലാഹ വത്തഖൂ. ഇബ്രാഹിം നബി സമൂഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനെ സൂക്ഷിക്കുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. അതത്രേ ഏറ്റവും നന്മ നിങ്ങൾക്കതാണ് എന്ന് ഇബ്രാഹിം നബി സമൂഹത്തോട് ഉത്ബോധിപ്പിക്കുകയുണ്ടായി. വ ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം നബി എന്തൊരു കാര്യം പറഞ്ഞാലും
അത് കൃത്യമായി പൂർത്തീകരിക്കുന്ന ഒരാളായിരുന്നു, കരാർ പാലനത്തിൻ്റെ ഒരാളായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു പ്ലഡ്ജ് എടുക്കാറുണ്ട്. ഇപ്പോഴ് ഈ ഹുതുബ കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ആവർത്തിക്കും. വി വിൽ റിപ്പീറ്റ് ഇറ്റ് അഗൈൻ ഇൻ അവർ സലാ ഇൻ ഫൈവ് ടൈംസ് ഇൻ എ ഡേ. അതെന്താണ് ആ പ്രതിജ്ഞ? ആ പ്രതിജ്ഞ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇത് നമ്മൾ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് ഏറ്റുപറയുന്നതാണ്. എൻ്റെ നിസ്കാരം, എൻ്റെ ബലിയർപ്പണം, അതുപോലെ തന്നെ എൻ്റെ ജീവിതം, എൻ്റെ മരണം, അത് അള്ളാഹുവിനുള്ളതാണ്, അത് അള്ളാഹുവിനുള്ളതാണ്. അവന് പങ്കുകാരനില്ല. ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന ഐഡൻറ്റിറ്റി എല്ലാ ദിവസവും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്നുണ്ട്. അതിനോട് നമ്മൾ പൊരുത്തം കാണിക്കണം, അതിനോട് നമ്മൾ കൂറ് പുലർത്തണം, സത്യസന്ധത കാണിക്കണം. എല്ലാ ദിവസവും ഞാനൊരു മുസ്ലിമാണോ എന്ന് നമ്മൾ റീതിങ്ക് ചെയ്യണം. നമ്മളെക്കുറിച്ച് നമ്മളൊരു വിചാരണ നടത്തണം. അത് ജീവിതത്തിൽ അനിവാര്യമാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബിയെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജർ അലൈഹസ്സലാം, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യയെ ഫിലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവന്നു. മക്കയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യയെ അവിടെ തനിച്ചാക്കി, മകനെയും തനിച്ചാക്കി. ആ സന്ദർഭത്തിൽ ആ ഭാര്യ ഭർത്താവിനോട്, ഇബ്രാഹിം നബിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ആ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഒറ്റക്കാക്കി പോവുകയാണോ? ഒറ്റക്കാക്കി പോവുകയാണോ? ഇവിടെ നമ്മൾക്ക് കൂട്ടുകാരില്ല, അയൽവാസികളില്ല, ആരുമില്ല. ഇവിടെ ഞങ്ങളെ തനിച്ചാക്കി പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ രണ്ടാമത്തെ ചോദ്യം, ഇത് അള്ളാഹു താങ്കളോട് കൽപ്പിച്ചതാണോ? അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു നഅം. അപ്പോഴുള്ള ഒരു മറുപടി ഉണ്ടല്ലോ, ആ മറുപടിയാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള. അവർ ഹാജർ പറഞ്ഞ മറുപടി ഫലൻ യുളയ്യിഅന, എങ്കിൽ അള്ളാഹു നമ്മെ കൈയൊഴിയുകയില്ല, അള്ളാഹു നമ്മെ പരാജയപ്പെടുത്തുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അള്ളാഹു നമ്മെ പരിഗണിക്കാതിരിക്കുകയില്ല എന്ന് ഹാജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഈമാൻ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഒരു കുടുംബമായി ജീവിക്കാൻ നമ്മുടെ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ ബലിയെറുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. ഇനി അവരുടെ ഭാര്യ ഇബ്രാഹിം നബി തനിച്ചാക്കി പോയപ്പോൾ ആ ഭർത്താവിനെ അനുസരിച്ചു. ഇനി അവരുടെ മകനോ, ഇബ്രാഹിം നബി പറഞ്ഞു, മകനെ അള്ളാഹു അറുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മകൻ ഇബ്രാഹിം നബിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ എങ്കിൽ താങ്കൾ അങ്ങ് നിറവേറ്റുക എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു കുടുംബമായി, ഒരു അനുസരണയുള്ള, അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്തതായ ഒരു കുടുംബമായി എൻ്റെയും നിങ്ങളുടെയും കുടുംബമായി തീർന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോ ബലിപെരുന്നാളും വരും, ഓരോ ഈദുൽ അദ്ഹയും വരും, നമ്മൾ പുതിയ ഡ്രസ്സ് ഇടും, നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ മാംസം കഴിക്കും, എല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്, നമ്മൾ ഇബ്രാഹിം നബിയുടെ ഫാമിലി ആയിട്ടുണ്ടോ? ഇബ്രാഹിം നബിയുടെ കുടുംബമായി തീരാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഹീ ഈസ് നോട്ട് എ പേഴ്സൺ. ഇബ്രാഹിം നബി ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു സമൂഹമായിരുന്നു, ഒരു സൊസൈറ്റി ആയിരുന്നു. ഹീസ് എ സൊസൈറ്റി. അതെങ്ങനെയാണ് ഇബ്രാഹിം നബി ഒരു സൊസൈറ്റി? ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ. അദ്ദേഹം ഒരു സൊസൈറ്റി ആയിരുന്നു. അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്, വ്യത്യസ്തമായ വെറൈറ്റി കമാൻഡറി ഉണ്ട്. ഈ ഒരു പദത്തിന് ഉമ്മത്ത് 3 കമാൻഡറി ഉണ്ട്. ഒന്നാമത്തെ കമാൻഡറി ഫഹുവൽ ഇമാം. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇമാമാണ്, ഫോളോ ചെയ്യാൻ പറ്റിയ ഇമാമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. സെക്കൻഡ് കമാൻഡറി വഅൻ മാലിക് ഖാല ഇബ്നു ഉമർ അൽ ഉമ്മ അല്ലദീ യുഅല്ലിമുൻ നാസ ദീന. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ദീന് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അതാണ് ഇബ്രാഹിം നബി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി തേർഡ് കമാൻഡറി വഖാല മുജാഹിദ് ഉമ്മതൻ വഹദ വൽ കാനിത് അൽ മുതി വഖാല മുജാഹിദ് ഐദ കാന ഇബ്രാഹിം ഉമ്മ ഐ മുഅ്മിനൻ വഹദ വന്നാസ് കുല്ലുഹും കുഫാർ. ആ സമയത്ത് ഇബ്രാഹിം നബി മാത്രമേ ഏകദൈവാരാധനയിൽ വിശ്വസിച്ച വിശ്വാസിയായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കാഫിരീങ്ങളായിരുന്നു,
കുഫാറുകളായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ന ഒറ്റ വ്യക്തിയെക്കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞത്? കാന ഉമ്മ, കാന ഉമ്മ. അദ്ദേഹം ഒരു സമൂഹമായിരുന്നു. അപ്പൊ 3 കമാൻഡറി, 3 വിശദീകരണം, ഒരേ പദത്തിന് ഖുർആൻ നൽകുന്ന 3 വിശദീകരണം. എന്തൊരു സുന്ദരമാണ് ഖുർആനിന്റെ വിശദീകരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ടെർമിനോളജി നമ്മൾ ഇത്രകാലം കേൾക്കാൻ തുടങ്ങി. ഇബ്രാഹിം നബിയെ കുറിച്ച് കാന ഉമ്മ, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. പക്ഷേ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? സമുദായമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു റോൾ മോഡലായിരുന്നു, ഒന്നാമത്തത്. അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു, രണ്ടാമത്തത്. അദ്ദേഹം only one person worships Almighty Allah in that time. ആ സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരേ ഒരു വിശ്വാസി അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു. ആ ജനതയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ 3 വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇനി ഇബ്രാഹിം നബീന്റെ ജീവിതത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട മറ്റൊന്ന് സമർപ്പണമാണ്. സമർപ്പണം എന്നുള്ളത് അത് ഇന്ന് നമുക്ക് ലൈവായി കാണാൻ പറ്റും. അതിൻ്റെ അടയാളങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി വരുന്നത് ഫിലിസ്തീനിൽ നിന്നാണ്. ഫിലിസ്തീനിൽ നിന്നാണ് അദ്ദേഹം മക്കയിലേക്ക് വരുന്നത്. എന്താണ് ഫിലിസ്തീൻ ജനതയുടെ പ്രത്യേകത? പാലസ്തീനിയൻ ജനങ്ങളുടെ പ്രത്യേകത എന്താ? അവർക്ക് വീട് തകർന്നാൽ അവരാരെയും കരയാറുണ്ടോ? വീട് തകർന്നാൽ കരയാറുണ്ടോ? അവരുടെ എല്ലാം നഷ്ടപ്പെട്ടാൽ അവർ കരയാറുണ്ടോ? ഇല്ല. ഫലസ്തീനിൽ എന്ത് തന്നെ നാശം സംഭവിച്ചാലും അവർ ചിലപ്പോൾ പറയും അൽഹംദുലില്ലാ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പറയും അല്ലാഹുമ്മ അൻസുർനാ, അല്ലാഹുമ്മ അൻസുർനാ. ഇങ്ങനെ പറയുന്ന ധൈര്യശാലികളായ, വിശ്വാസമുള്ള, ഇന്നും ആ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിൽ, രക്തത്തിൽ ജീവിക്കുന്ന ആളുകളെ നമുക്ക് ഫലസ്തീനിൽ കാണാം. നമ്മുടെ കൂട്ടത്തിൽ എത്ര ഇസ്മായിലിനെ കാണാൻ കഴിയും? പക്ഷെ ഫലസ്തീനിൽ ഇന്നും 100ഓളം ഇസ്മായിലിനെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇസ്മായിൽ നബിയുടെ പ്രത്യേകത? ഇസ്മായിൽ നബിയോട് പിതാവ് പറഞ്ഞു, മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അപ്പൊ രക്തസാക്ഷിത്വം വരിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിക്കാൻ ഇസ്മായിൽ നബി ആ സമയത്ത് ഹി വാസ് റെഡി. ആ സമയത്ത് റെഡി ആയിരുന്നു. ഇങ്ങനെ ഷഹാദത്ത് വരിക്കാൻ, അതല്ലെങ്കിൽ ഷഹീദാവാൻ ഇന്നും ഫലസ്തീനിലെ മക്കൾ റെഡിയാണ്. ഇന്നും ഫലസ്തീനിലെ മക്കൾ റെഡിയാണ്. നമുക്കോ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്? ഭയപ്പെടുകയാണ്, നമ്മൾ പേടിക്കുകയാണ്. പക്ഷേ ഫലസ്തീനിൽ എത്ര തന്നെ മിസൈൽ വന്ന് വീണാലും അവർക്ക് പ്രശ്നമില്ല. അവർ രക്തസാക്ഷിത്വം വരിക്കാൻ റെഡിയാണ്. ഈ ഒരു ബോധം, ഈ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വിശ്വാസം ഇന്ന് നമുക്ക് ഇബ്രാഹിമി സമൂഹത്തിൽ കാണാമെങ്കിൽ അത് ഫലസ്തീനിൽ കാണുന്നുണ്ട്. അത് ഫലസ്തീനിൽ കാണുന്നുണ്ട്, ആ മക്കളിൽ കാണുന്നുണ്ട്, അവിടുത്തെ ഉമ്മമാരിൽ കാണുന്നുണ്ട്. ഹാജർ അലൈഹസ്സലാം, അവരുടെ ആ ആത്മസമർപ്പണം, ഭർത്താവിനെ അനുസരിക്കുന്ന രീതി, അതുപോലെ തന്നെ അവരുടെ വിശ്വാസം, അത് അവിടുത്തെ സ്ത്രീകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിമി ചിന്തയിൽ നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദിഹിയത്ത്, ആ ഉദിഹിയത്തിൻ്റെ മാംസം നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട്. അത് കഴിക്കൽ മാത്രമാണോ സമർപ്പണം എന്ന് പറയുന്നത്? അല്ല. അതുമാത്രമല്ല, സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് ഇസ്ലാം. നമ്മൾ നേടിയെടുത്ത സർവ്വതും അത് മതത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി അത് സമർപ്പിക്കാനുള്ള മനസ്ഥിക സ്ഥിതി, മാനസികമായ ഒരു ചിന്ത, അതാണ് യഥാർത്ഥത്തിലുള്ള സമർപ്പണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പെരുന്നാൾ, അതല്ലെങ്കിൽ ബലിപെരുന്നാൾ ലോകത്തിന് നൽകുന്ന സന്ദേശം അത് വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു പെരുന്നാൾ, എല്ലാ കാലവും പെരുന്നാൾ കഴിയുന്നുണ്ട്. പക്ഷെ ഇത്തരം ചിന്തകൾ നമ്മളുടെ റിയൽ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇത്തരം ചിന്തകളെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ലോകത്തോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ 3 പ്രഖ്യാപനങ്ങൾ അതിൽ പ്രസക്തമാണ്. അതെന്താണ് ആ പ്രഖ്യാപനം? ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അത് വിശുദ്ധമാണ്. അത് ഒരാളും ഹനിക്കാൻ പാടില്ല. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ എത്രയേ ആളുകളുടെ രക്തം ചിന്തുന്നു, എത്ര ആളുകളെ അകാരണമായി കൊല്ലുന്നു, എത്ര ആളുകളുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നു, എത്ര ആളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നു.
നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും തന്നെ അതുണ്ടാവാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങൾ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു MLA നേതൃത്വത്തിൽ ഒരു മദ്രസ തകർക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ മേലുള്ളതായ ക്ഷതം. ഇത് പാടില്ല. ഒരു സമൂഹത്തെയും ഒരു വിഭാഗത്തെയും നമ്മൾ ഇവിടുത്തെ നിയമത്തിൻ്റെ അപ്പുറത്ത്, അതല്ലെങ്കിൽ നിയമം നിലനിൽക്കെ അകാരണമായി ഒരിക്കലും തന്നെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വഖഫ് ബോർഡ് അതിൻ്റെ സ്വത്തിനെ കുറിച്ച് അതിൻ്റെ കേസ് നടത്തിയിരുന്നതായ വലിയൊരു പോരാളിയായിരുന്ന ഒരു അഭിഭാഷകൻ ഖാജ മുഹീദ്ദീൻ അദ്ദേഹത്തെ കൊന്നു, അദ്ദേഹത്തെ വധിച്ചു. എങ്ങനെയാണ്? അദ്ദേഹം തൻ്റെ വീട്ടിൻ്റെ പുറത്ത് കാറിൽ കയറാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു കാറ് വന്ന് ഇടിച്ചു, അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ഇങ്ങനെ കൊന്നു കളയുന്നു. പക്ഷേ ഈ പെരുന്നാൾ സുദിനത്തിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഈ വേളയിൽ, ഈ മാസത്തിൽ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇന്ന ദിമാഅക്കും ഹറാം, നിങ്ങൾ പരസ്പരം കൊന്നൊടുക്കുന്നത് അത് ഓരോരുത്തരുടെയും ജീവൻ വിശുദ്ധമാണ്, അത് ഹനിക്കരുത് എന്ന് ഖുർആൻ വളരെ കൃത്യമായി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിച്ചു. കഴിഞ്ഞ 21-ാം തീയതി പോലും ബീഫിൻ്റെ പേരിൽ കൈവശം വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഗുജറാത്തിൽ ഒരു 70 വയസ്സുള്ള ഒരാളെ തല്ലിക്കൊന്നു. അതുപോലെ തന്നെ ഒരു കുട്ടി വെറും 20 വയസ്സുള്ളൊരു കുട്ടി, അവൻ തൻ്റെ മദ്രസയിൽ നിന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയെ ട്രെയിനിൽ നിന്ന് കൊന്നുകളഞ്ഞു. ഈ ദിവസങ്ങളിൽ, ഈ പെരുന്നാൾ ദിവസത്തിൽ പോലും ഇതൊരിക്കലും പാടില്ല. ഓരോരുത്തരുടെയും ജീവന് അതിന് വിശുദ്ധിയുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോഴേ ഇവിടെ എന്താണ് പ്രശ്നം? ചില ആളുകൾ പറയും ബലിയറുക്കുന്നതാണ് മറ്റൊരു പ്രശ്നമായി ചില ആളുകൾ കാണുന്നത്. ബലിയറുക്കുന്നത് ചിലർക്ക് വലിയ പ്രശ്നമാണ്. മഹാരാഷ്ട്രയിലുള്ള ഒരു MLA പറഞ്ഞത് എന്താണെന്നറിയോ? ബലിയറുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾ ആടിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗത്തെയോ കൊണ്ടുവരിക, നിങ്ങൾ വേർച്വൽ ബലിയറുക്കൽ നടത്തുക, ബലിമൃഗത്തെ വേർച്വൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ബലിയറുക്കൽ നടത്തുക. അങ്ങനെ ഉപദേശിച്ചതായ ചില ആളുകളുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മറുപടി അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു മറുപടി. അപ്പോൾ അവിടുത്തെ തന്നെ ഒരാൾ അതിൻ്റെ മറുപടി നൽകിയത് എന്താണെന്നറിയോ? നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ ചിക്കൻ അതല്ലെങ്കിൽ മട്ടൻ അത് കടലാസിലാക്കി നിങ്ങൾ കറിയിലിട്ട് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് കഴിക്കാൻ സാധ്യമാണോ? അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഉള്ളതായ ഇത്തരം കാര്യങ്ങൾ അത് നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. സത്യത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവർ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉടമകളാണ്. അത്തരം വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. ഈ സമൂഹത്തെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ച് മറ്റൊരു വിഭാഗത്തിന് ചിലർക്ക് കൃത്യമായ അറിവില്ല. അവരെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് 2006 നമുക്കൊരു തെളിവ് വേണമെങ്കിൽ ഉദ്ധരിക്കാം. 2006 ഇതേ ബലിപെരുന്നാളിനാണ് ഒരു രാജ്യത്തിൻ്റെ അധിപനെ തൂക്കിലേറ്റിയത്, ഇറാഖിൻ്റെ അധിപനെ തൂക്കിലേറ്റിയത്. ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹം ധീരത കൈവിട്ടോ? ഇല്ല. അദ്ദേഹം തികഞ്ഞ വിശ്വാസിയായിക്കൊണ്ട് മരിക്കാൻ സന്നദ്ധനായ. അതാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇവരുടെ എല്ലാം റിയാക്ഷൻസ്, ചില ഘട്ടങ്ങളിൽ അവർ നടത്തിയതായ അവരുടെ പ്രതികരണം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ആദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം. കാന ആഖിറു ഖൗലി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ. അപ്പം നമുക്കുള്ള മെസ്സേജാണ് എന്താണ്? ഏത് പ്രയാസഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പറയേണ്ടത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. ഇത് നമുക്കില്ലെങ്കിൽ നമ്മൾ ബലിമൃഗത്തിൻ്റെ മാംസം എത്ര 3 കിലോ 4 കിലോ കഴിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് ആദ്യം വേണ്ടത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പറയാനുള്ളതായ ആ ഈമാനാണ്. ഇത് ബദറിന്റെ യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സ്വഹാബികൾ പറഞ്ഞ വചനമാണ്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. എന്താണ്? ആ ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഇതാ ജനങ്ങൾ അവിടെ സംഘടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് അല്ലാഹു ഉണ്ട്,
നമ്മൾ അങ്ങോട്ട് പോയേ തീരും. അതല്ലെങ്കിൽ അവർ പറഞ്ഞു ഫഖ്ശവും വസാദഹും ഈമാന, അത് പറഞ്ഞപ്പോൾ അവർക്ക് ഈമാൻ കൂടി എന്നുള്ളതാണ്. അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കുകയാണെങ്കിൽ അല്ലാഹു മതി. ഇന്നല്ലാഹ ബാലിഉ അംരി, അല്ലാഹു എല്ലാ കാര്യങ്ങളെയും നിറവേറ്റുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഈമാനിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ റിയാക്ഷൻ, രണ്ടാമത്തെ റിയാക്ഷൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആണ്. അവർ പറഞ്ഞു യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. പിതാവേ, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് തങ്ങൾ നിറവേറ്റുക, ഞാൻ ക്ഷമാലുക്കളിൽ പെടുന്നവൻ, ക്ഷമിക്കുന്നവരിൽ ഉൾപ്പെടുന്ന. ഇങ്ങനെ പറയാൻ നമ്മളെ കൊണ്ട് ഈ റിയാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇനി ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ റിയാക്ഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇദൻ ലാ യുളയ്യഉന, നിങ്ങൾ ഇവിടെ ഞങ്ങളെ ഒറ്റക്കിട്ട് പോവുകയാണെങ്കിൽ, ഞങ്ങൾക്ക് അയൽവാസിയില്ല, കൂട്ടുകാരില്ല, അങ്ങനത്തെ സ്ഥലത്ത് ഒറ്റക്കിട്ട് പോവുകയാണെങ്കിൽ, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അള്ളാഹു നമ്മെ കൈയൊഴിയുകയില്ല, അള്ളാഹു നമ്മോട് കൂടെ ഉണ്ടാകും. അതും ഒരു റിയാക്ഷനാണ്. അങ്ങനെയുള്ള ഈ റിയാക്ഷൻസ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ജീവിതത്തെ മെച്ചപ്പെടുത്താനും കൂടുതൽ ഈമാൻ ആർജിക്കാനും ഈ ദിവസങ്ങൾ നമുക്ക് പ്രേരകമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ഇബാദല്ലാഹ് സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എത്ര തന്നെ മാക്സിമം എന്ത് നേടിയാലും, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേടേണ്ട ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് അത് വിശ്വാസമാണ്, അത് തഖ്വയാണ്. ആ വിശ്വാസമാണ് മുസ്ലിങ്ങളെ, വിശ്വാസികളെ ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചില മഹല്ലുകളിൽ 16 മൃഗങ്ങൾ അറുക്കും. ചിലർ പറയും എൻ്റെ മഹല്ലിൽ 5 എണ്ണമാണ് അറുത്തത്. 5 എന്നോ 16 എന്നോ 20 എന്നോ 26 എന്നോ എന്നുള്ളതല്ല, അതല്ല പ്രത്യേകത. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഹുഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങൾ എത്ര അറുത്താലും കുഴപ്പമില്ല, പക്ഷേ അവിടെ എല്ലാത്തിലും മീതെ വേണ്ടത് തഖ്വ. രക്തം, മാംസം ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ്, നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ്, നമ്മൾ കവറിലാക്കുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് എത്തേണ്ട ഒരു സംഗതിയുണ്ട്. അതെന്താണ്? തഖ്വ. അത് തഖ്വയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള തഖ്വയുണ്ടായിരിക്കണം. ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അതല്ലെങ്കിൽ ഒരു മാസം മുമ്പ് കേരളത്തിലൊരു ഇഷ്യൂ ഉണ്ടായി. അതെന്താണെന്നറിയോ? അവിടുത്തെ 13 എന്ന നമ്പറിൽ ചില ആളുകൾക്ക് ഒരു അന്ധവിശ്വാസം, നമ്പർ 13 അതിലൊരു അന്ധവിശ്വാസം. എന്താണ് അന്ധവിശ്വാസം? 13 ആർക്കും ഇഷ്ടമല്ല, എന്തോ ശകുനം ആ നമ്പറിന്. ഈ ഓരോ ജില്ലക്കും ഓരോ RTO ഓഫീസുകൾ ഉണ്ടാവില്ല, അപ്പം വെഹിക്കിളിനൊക്കെ ഓരോ നമ്പർ ഉണ്ടാവും. അപ്പം കണ്ണൂർ RTO ഓഫീസിൻ്റെ നമ്പർ 13. അവിടുന്ന് വണ്ടി എടുക്കാൻ ആളുകൾക്ക് പേടിയാണ്. അതുപോലെ തന്നെ കോടതികളിൽ ചില റൂമുകൾക്ക് 13 എന്നുള്ള നമ്പർ കാണാനില്ല. 13. ചില ലോഡ്ജുകളിൽ 12 കഴിഞ്ഞാൽ പിന്നെ 12B, 13 ഇല്ല. അപ്പൊ എന്താണ് ഇത്രയും വിദ്യാഭ്യാസവും വിവേകമൊക്കെ ഉള്ള സമൂഹത്തിലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസം? അവിടെ ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് വിവാഹം ചെയ്ത ഒരാൾ ഇപ്പോഴവിടെ മന്ത്രിയാണ്. അദ്ദേഹം എൻ്റെ നാട്ടിൽ അദ്ദേഹം നിസ്കാരത്തിന്, സുബഹി നമസ്കാരത്തിനുണ്ടാവും, അതുപോലെ തന്നെ അദ്ദേഹം തറാവി നിസ്കാരത്തിനുണ്ടാവും, എല്ലാം സലഫി പള്ളിയിലുണ്ടാവും. അദ്ദേഹം 13-ാം നമ്പർ കാർ എടുത്തു. അതാണ് സലഫിസത്തിൻ്റെ പ്രത്യേകത. നമ്മൾ നമ്പറിലൊന്നും വിശ്വസിക്കുന്നില്ല. നമുക്കാകുള്ളത് ഇതാ, ഈ മിമ്പറിൻ്റെ ചോട എഴുതിയ ഒരു വാക്കുണ്ടല്ലോ, ഈ മിമ്പറിൽ എഴുതിയ ഒരു വാക്കുണ്ട്, അക്ഷരങ്ങൾ അല്ലാഹ്. അതാണ് നമ്മുടെ തവക്കുൽ. ആ തവക്കുൽ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. 15 നമ്പർ എടുത്ത ആൾ ജീവിതത്തിൽ മരിക്കൂലേ? 1-ാമത്തെ നമ്പർ എടുത്ത ആൾ ജീവിതത്തിൽ മരിക്കൂലേ? 2-ാമത്തെ നമ്പർ എടുത്ത ആൾ ജീവിതത്തിൽ മരിക്കില്ലേ? ഇതൊന്നും തിരുത്താൻ വലിയ പ്രസ്ഥാനം എന്ന് പറയുന്ന സമസ്തക്ക് പോലും സാധിക്കുന്നില്ല. ഇത് തിരുത്താൻ ആര് വേണം? സലഫിസം തന്നെ വേണം. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ രീതിയിൽ ജീവിതം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ബേസ് ഓഫ് ദ ബിലീഫ് ഇൻ ഓൾമൈറ്റി അല്ലാഹ്. അത് നമ്മൾ വി ഹാവ് ടു സ്ട്രെങ്തൻ, അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ രീതിയിൽ വിശ്വാസത്തെ നമ്മൾ ശക്തിപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ പരലോകമാണ് നമ്മുടെ എല്ലാവരുടെയും മോക്ഷം എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. മാഷിത്ത എന്ന് പറയുന്നതായ ഒരു വനിതയുടെ കഥ മുസ്നദിലുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ?
ഇബ്നത്ത് ഫിർഔൻ, ഫിർഔനിൻ്റെ മകൾക്ക് മാഷിത്ത എന്ന് പറയുന്നതായ ഒരു സ്ത്രീ, അവർക്ക് മുടി അവരുടെ ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ ഒരു ബ്യൂട്ടീഷ്യൻ്റെ പേരാണ് മാഷിത്ത. ഫിർഔനിൻ്റെ മക്കളെയൊക്കെ മുടി വാരി കൊടുക്കാനും അങ്ങനെ അടിപൊളിയാക്കാനുമുള്ള ഒരു ഡ്യൂട്ടി ചെയ്തിരുന്ന ഒരു മാഷിത്ത എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവരുടെ മുടി വാരി ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ അവരിങ്ങനെ അവരെ അലങ്കരിച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ കയ്യിൽ നിന്ന് അതൊന്ന് വീണുപോയി. അലങ്കരിക്കുന്ന ആ ചീർപ്പൊന്ന് വീണുപോയി. വീണപ്പോൾ അവർ പറഞ്ഞു അല്ലാ എന്ന് പറഞ്ഞു. അല്ലാ എന്നുള്ള വാക്കവർ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഫിർഔനിൻ്റെ മകൾ ചോദിച്ചു ആ സമയത്ത്, ഇത് സഖത്തത്തിൽ മിദ്റാമിൻ യദയ ഫഖാലത്ത് ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞു. ഫഖാലത്ത് ലഹ ഇബ്നത്ത് ഫിർഔൻ അബി, നിങ്ങൾ എൻ്റെ ഉപ്പയെക്കുറിച്ചാണ്, ഫിർഔനിനെ കുറിച്ചാണോ അല്ലാ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ലേഡി പറഞ്ഞു അല്ല, ഫിർഔനിനെ കുറിച്ചല്ല, നിന്റെ ഉപ്പയെക്കുറിച്ച്, ഉപ്പയുടെ രക്ഷിതാവായ ഒരു രക്ഷിതാവിനെ കുറിച്ചാണ്. ഉപ്പയല്ല അല്ലാ, എൻ്റെയും നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും രക്ഷിതാവായ അല്ലാ, ആ അള്ളാഹയുടെ പേരാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൾ നേരെ ഉപ്പയോട് ഫിർഔനിനോട് ഈ കാര്യം പോയി പറഞ്ഞു കൊടുത്ത സന്ദർഭത്തിൽ ഫിർഔൻ ആ സ്ത്രീയെ വിളിച്ചു. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതെ. ഞാനാണോ നിങ്ങളുടെ രക്ഷിതാവ്? അല്ല, നിങ്ങളുടെയും എൻ്റെയും രക്ഷിതാവായ അള്ളാഹു ആണ് എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഈ സ്ത്രീയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ആ സ്ത്രീയെ തീയിലെറിയാൻ തീരുമാനിച്ചു. അക്കാര്യം സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീയുടെ കുട്ടികളെയും തീയിലെറിയാൻ തീരുമാനിച്ചു. അങ്ങനെ അപ്പോൾ അവരൊരു ഉപാധി വെച്ചു. എന്താണ് ഉപാധി? നിങ്ങൾ എന്നെ കൊലപ്പെടുത്തുമ്പോൾ എൻ്റെ കുട്ടികളുടെയും എൻ്റെയും എല്ല് ഒരേ സ്ഥലത്ത് നിങ്ങൾ മറമാടണം. ആ ഒരു അന്തിമ അഭിലാഷം എനിക്കുണ്ട്, അത് നിങ്ങൾ നിറവേറ്റുമോ? അപ്പം ഫിർഔൻ പറഞ്ഞു ഓക്കെ, അത് നമ്മുടെ മേൽ ബാധ്യതയാണ്, അത് നമ്മൾ ചെയ്യും, അതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരുടെ കുട്ടികളെ ഓരോന്നെടുത്ത് തീയിലിടാൻ തുടങ്ങി. ഇതൊക്കെ ഈ ലേഡി ഇങ്ങനെ കാണാണ്, ഉമ്മ കാണാൻ. അവസാനം അവർക്കൊരു മുല കുടിക്കുന്ന ചെറിയൊരു പിഞ്ചു പൈതലുണ്ട്. ആ കുട്ടിയെ പിടിച്ചിടാൻ നേരത്തെ ഇവരുടെ മനസ്സൊന്ന് പതുക്കെ പിടഞ്ഞ സന്ദർഭത്തിൽ ആ കുട്ടി, ആകെ 4 കുട്ടികളെ ചെറുപ്പത്തിൽ സംസാരിച്ചിട്ടുള്ളൂ, അതിലൊരു കുട്ടി ഈ മാഷിത്തയുടെ മകനാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടി എന്ത് പറഞ്ഞെന്നറിയോ ഉമ്മയോട്? ഇഖ്തഹിമി ഫഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ഈ ദുനിയാവിലെ ശിക്ഷ എന്നുള്ളത് പരലോകത്തെ ശിക്ഷയേക്കാൾ ഏറ്റവും ചെറുതാണ്, അതുകൊണ്ട് അത് പരിഗണിക്കുകയേ വേണ്ട. നെവർ മൈൻഡ് ഇറ്റ്, നെവർ മൈൻഡ്. അങ്ങനെ പറയാനുള്ള ഒരു ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ, അതാണ് നമ്മുടെ വിശ്വാസികളുടെ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും മെച്ചപ്പെടുത്താനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഓരോ പെരുന്നാളും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ളതാവണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഈ അയ്യാമുത്തെ ശരീക്കിൻ്റെ ദിവസം തീരാറാകുന്ന അസർ വരെ തക്ബീർ ചൊല്ലൽ സുന്നത്ത, നിസ്കാരത്തിന് ശേഷം. അതെപ്പോൾ ചൊല്ലണം എന്ന് ഇന്ന് രാവിലെ എന്നോട് ഒരാൾ ചോദിച്ചു. ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിൽ ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന് മുമ്പ്, അസ്താഫിറുല്ലാ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആണ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചൊല്ലേണ്ടത്? തക്ബീറുകൾ ചൊല്ലേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയും ചെയ്യുകയാണ്. അള്ളാഹു ഈ ദിവസങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല ഉത്തമ സമൂഹമായി അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അടുത്ത ആഴ്ച ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയക്കായി, ഹേർട്ട് ഓപ്പറേഷൻ, അതിനുവേണ്ടി അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പ്രവർത്തകനുണ്ട്. മറ്റു പല രോഗികളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഹൃദയ സംബന്ധമായ രോഗമുള്ളവരും മറ്റും വീട്ടിൽ കിടപ്പുള്ളവരുമെല്ലാം അവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശസ്ത്രക്രിയ പരിപൂർണമായി വിജയകരമായി തീരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ കുടുംബത്തിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ മരിച്ചു പോകുമ്പോൾ ഈമാനോടുകൂടി മരിച്ചു പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.